രാഹുൽ മടങ്ങിയെത്തിയ ശേഷം എന്തു വേണം എന്ന് ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. എന്താണ് മനസ്സിൽ? അത് രാഹുലും കൂടി വന്നിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. കാരണം രാഹുലിന് ഈ രീതിയിലൊരു പ്രക്രിയ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ നിജമായ പ്രവൃത്തിയാണ്. ആ രീതിയിലാണ്. കാരണം ഈ ഒരു പൊളിറ്റിക്സ് എന്നാണ് അതിലൊരു സാറ് പറഞ്ഞത്. ആയിക്കോട്ടെ, അപ്പോൾ ഒരു വീട് 4 വശം വന്ന് ഇത്രയും പോലീസുകാർ വന്ന് വളയി കഴിഞ്ഞിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഒരു വീട്ടിനകത്ത് കയറി വന്നിട്ട് ഈ രീതിയിൽ കാണിക്കുമെന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി നമ്മൾ കാണണ്ടേ? കാരണം അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഈ ഇത്രയും വന്ന പോലീസുകാരോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ കാരണമെന്ന് ഇവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവരതിനൊരു മറുപടി പറഞ്ഞില്ലല്ലോ. അവർക്ക് പറയാം ഇന്ന പൊളിറ്റിക്സ് എന്നാണ് അവർ പറയണത്. ശരിയാണ്, രാഹുൽ പൊളിറ്റിക്സുകാരനാണ്. അപ്പോൾ അത് എന്താ കാരണമെന്നുള്ളത് അറസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ അവരുടെ കയ്യിൽ. അപ്പോൾ അത് പറയാത്ത രീതിയിൽ എൻ്റെ പെരയ്ക്കകത്ത് കയറി അവർ ഈ രീതിയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നാൽ അവർ വീട്ടിനകത്ത് പരിശോധിക്കുക. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. രാഹുലിൻ്റെ മുറിക്ക് കാവൽ നിൽക്കുമായിരുന്നു. രാഹുൽ എന്തായാലും ഓടിപ്പോകുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഒരു സംശയം, ഈ സമയത്തിൻ്റെ വിഷയം മാറ്റി നിർത്തിയാൽ അഥവാ ഈ അസഭ്യമായി സംസാരിക്കുകയോ കായികമായി കീഴടത്ത് ഒരു ഭാവം അങ്ങനെയൊന്നുള്ള ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നല്ല രീതിയിലാണ്. പിന്നെ നമ്മൾ ചോദിച്ചതിന് മറുപടി തന്നിട്ടില്ല, അത്രയേ ഉള്ളൂ. എന്തിനാ രാഹുലിനെ കാണാൻ വന്നതെന്നോ അല്ലെങ്കിൽ രാഹുലിനെ എന്തിനാ അറസ്റ്റ് ചെയ്യണതെന്നോ ഉള്ള ഒരു കാര്യം നമ്മൾ ചോദിച്ചിട്ട് അതിന് മറുപടി അവർ തന്നിട്ടില്ല. ഈ അറസ്റ്റ് സമയത്ത് രാഹുൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നോ? പ്രകടിപ്പിച്ചില്ല. പിന്നെ ഞാൻ രാഹുൽ വണ്ടി കയറിയപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴത്തേനും എന്തായാലും നമുക്കൊരു പോലീസ് ജീപ്പിലൊരു വ്യക്തിയെ ഇത്ര രാവിലെ വന്ന് കയറ്റുമ്പോൾ അതിൻ്റേത് ഞാനൊരമ്മയല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ രാഹുൽ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല അമ്മേ, ഞാൻ പോയിട്ട് വരാമെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് കയറിയതിനെക്കുറിച്ചും നമ്മൾ ചോദിച്ചതിൻ്റെ മറുപടി തരാത്തതിനെക്കുറിച്ചും ഉള്ളതിൻ്റെത് രാഹുലും കൂടി വരട്ടെ. അതിനെന്താണെന്ന് വെച്ചാൽ പിന്നെ രാഹുലിൻ്റെ ആൾക്കാരുണ്ടല്ലോ, പാർട്ടിക്കാരെല്ലാവരും ഉണ്ടല്ലോ അവിടെ. ഇവരെല്ലാവരും പിന്നെയാണ് എത്തിയത്. നമുക്കപ്പോൾ വിളിക്കാൻ പറ്റില്ല. ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ പിന്നെ ആ സമയത്ത് പറ്റിയില്ല. എന്താ രാഹുൽ വസ്ത്രം മാറി തയ്യാറായി വരുന്നവരെ പോലീസുകാർ കാത്തുനിന്നു അതൊക്കെ ചെയ്തു എന്നല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാഹുലിനെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ എങ്ങോട്ട് പോകണമെങ്കിലും കുളിച്ച് റെഡി ആയിട്ടൊക്കെ പോകുള്ളൂ. പിന്നെ രാവിലെ അതിനുള്ള സമയം എടുത്തു. അപ്പം 1.5 മണിക്കൂർ സമയം പോലീസ് ഒരു ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു 7-7:30 കാണും. 1.5 മണിക്കൂർ 2 മണിക്കൂറോളം അവരിവിടെ ഉണ്ടായിരുന്നു. ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴും പാർട്ടിക്കാരും എത്തിയിട്ടില്ലായിരുന്നു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ അറിഞ്ഞു കേട്ട ഉടനെ അപ്പോഴത്തേനാണ് മെമ്പറാണ് ആദ്യം വരുന്നത്. മെമ്പറോടും ഇവിടെ ഒരു പയ്യൻ ചെന്ന് പറയുകയാണ് ചെയ്ത രാഹുലിൻ്റെ വീട്ടിൽ പോലീസ് വണ്ടി നടക്കണമെന്ന്. അവൻ ചെന്ന് പറയണ സമയത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല പോലീസുകാർ മുറ്റത്തുണ്ടെന്നുള്ളത്. പിന്നെ ഈ ഒരു ഇതാണ് അവർ 4 വശവും നടന്ന് കൊട്ടി രാഹുൽ അപ്പോൾ രക്ഷപ്പെട്ടു പോകരുതെന്നുള്ള ഒരു അന്തരീക്ഷം അവരുടെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും രാഹുൽ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലല്ല. മകൻ രാഷ്ട്രീയക്കാരനാണെന്നറിയാം, മകൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചറിയാം, സെക്രട്ടേറിയറ്റിലെ സംഘർഷങ്ങളെക്കുറിച്ചും അറിയാം, എല്ലാം അറിയാം. എല്ലാ സംഭവങ്ങളും. കാരണം പത്രത്തിലായാലും അപ്രതീക്ഷിതമായിരുന്നു. കാരണം ആ സമയത്തില്ല. ഇവർക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ഇന്നലെ രാഹുൽ കൊല്ലത്ത് 8 മണി വരെ കൊല്ലത്തുണ്ട്. കാരണം രാത്രി 9:30 മണി കഴിഞ്ഞാണ് രാഹുൽ ഇവിടെ എത്തുന്നത്. അപ്പോൾ രാവിലെ കൊല്ലത്താണ്. ഒരാഴ്ച കിംസിലുണ്ടായിരുന്നത്. ഇവരുടെ മുന്നിലായിരുന്നല്ലോ ഒരാഴ്ച കൊണ്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരത്തു നിന്ന് അവരിവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അവരെല്ലാത്തിനും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ പെട്രോളും ചിലവാക്കി വന്നിട്ട് രാഹുലിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അടൂർ CI അടക്കം പോലീസുകാരുടെ ദൃശ്യങ്ങളിൽ കാണാം. എനിക്കറിയാം അടൂരത്ത് ആരാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അവരോട് ഈ വന്നവർക്ക് 2 വ്യക്തിയൊക്കെ ഇതിൻ്റെ സംഭവം എന്തുവാന്ന് അറിയുള്ളൂ. മറ്റുള്ള ആർക്കും ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. ഞാൻ 2-3 പേരോട് മുറ്റത്തിറങ്ങി ചോദിച്ചു എന്തുവാ കാര്യമെന്ന്. അവർക്ക് ആർക്കും ഈ കാരണങ്ങൾ അറിയില്ല. അപ്പോൾ പിന്നെ കൂടെ വന്നവർക്ക് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുപടി ഞാൻ എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമ്പം പറയേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വന്നതിൽ അടൂരുള്ളവരാരാണെന്നോ തിരുവനന്തപുരത്തുകാരാരാണെന്നോ ഇതൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം വന്നവർക്ക് 2 പേരുടെ കാര്യങ്ങൾ അറിഞ്ഞു അവർ. പിന്നെ രാഹുൽ എന്തായാലും രാഹുൽ രക്ഷപ്പെടരുതെന്നുള്ള രീതിയിലാണ് 4 വശവും നടന്ന് നോക്കിയത്. അപ്പം അത് ചെയ്യത്തില്ല എന്നുള്ളത് എനിക്കും അറിയാം. അങ്ങനെ രാഹുലിനെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കത്തുമില്ല. കാരണം അതിനൊക്കെ കുറ്റങ്ങളൊന്നും രാഹുൽ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.